ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാക്കുകൾ അറിഞ്ഞിരിക്കുക എന്നത്. ഈ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ വലിയ വാക്കുകളൊന്നുമല്ല, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മറ്റുള്ളവർ സംസാരിക്കുമ്പോഴായാലും അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ലെസൺ ഒരു വൊക്കാബുലറി ലെസണാണ്. നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാം. ഒരുപാട് വാക്കുകൾ ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് വാക്കുകൾ, അതും കോമൺ ആയിട്ടുള്ള വാക്കുകൾ. ആദ്യത്തെ വാക്ക് എംഫസൈസ്. എംഫസൈസ് എന്ന് പറഞ്ഞാൽ ഊന്നി പറയുക, സ്ട്രെസ് ചെയ്തിട്ട് പറയുക എന്ന് പറയില്ലേ, അതാണ് എംഫസൈസ്. എംഫസൈസ് എന്ന് പറയുന്നത് ഒരു വേർബിന്റെ ബേസ് ഫോം ആണ്. എല്ലാ വേർബ്സിനും അതുപോലെ ഒരു ബേസ് ഫോം V1 ഫോം, അതുപോലെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം V2 ഫോം, പിന്നെ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ഫോം V3 ഫോം, പിന്നെ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ING ചേർത്തിട്ടുള്ള ഒരു ഫോം അത് V4 ഫോം, പിന്നെ V5 ഫോം എന്നത് S ചേർത്തിട്ടുള്ള ഒരു ഫോം. ഇങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ വേർബ്സിനും അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വേർബ് പഠിക്കുന്നതിനോടൊപ്പം അതും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എംഫസൈസ് എന്നത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, ഊന്നൽ കൊടുക്കുക. ഇനി ഊന്നൽ കൊടുത്തു എന്നാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ എംഫസൈസ്ഡ്, അത് വേർബിന്റെ V2 ഫോം ആണ്. ഇനി V3 ഫോം എന്നാൽ എംഫസൈസ്ഡ് എന്ന് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഊന്നൽ കൊടുത്തിട്ടുണ്ട്, ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ V4 ഫോം എന്ന് പറയുന്നത് V1 ഫോമിനോട് കൂടി ING ഫോം ചേർക്കുന്നതാണ്. എംഫസൈസിങ് എന്ന് പറയുന്നതാണ് V4 ഫോം. V5 ഫോം എന്ന് പറയുന്നത് എംഫസൈസസ്. നമുക്ക് ഒരു വേർബിന്റെ കൂടെ എസ് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ ഹി അവൻ, ഷീ അവൾ, അങ്ങനെയൊക്കെ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക്, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക് വേർബിനോട് കൂടി എസ് ചേർത്തിട്ടാണ് പ്രസന്റ് സിമ്പിൾ ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എംഫസൈസസ് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം എംഫസൈസ്, സെക്കൻഡ് ഫോം എംഫസൈസ്ഡ്, തേർഡ് ഫോം എംഫസൈസ്ഡ് എന്ന് തന്നെയാണ്. ഫോർത്ത് ഫോമാണ് എംഫസൈസിങ്. പിന്നെ വേർബിന്റെ ഫിഫ്ത്ത് ഫോം അത് എംഫസൈസസ്. ഇതൊക്കെയാണ് എംഫസൈസ് എന്ന വേർബിന്റെ ഫോംസ്. ഇനി നമുക്ക് ഒരു സെന്റൻസ് നോക്കാം. യു ഷുഡ് എംഫസൈസ് ദ ഗുഡ് പോയിന്റ്സ്. നിങ്ങൾ നല്ല പോയിന്റ്സ് ഒക്കെ എംഫസൈസ് ചെയ്യണം, അതായത് ഊന്നി പറയണം, അതിന് സ്ട്രെസ് കൊടുത്തിട്ട് പറയണം. യു ഷുഡ് എംഫസൈസ് ദ ഗുഡ് പോയിന്റ്സ്. നോക്കൂ, എംഫസൈസ് എന്ന് ഉപയോഗിച്ചു, അത് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ്. ഹി എംഫസൈസ്ഡ് ദ ഗുഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ ഗുഡ് പോയിന്റ്സ് ഒക്കെ, നല്ല പോയിന്റ്സ് ഒക്കെ സ്ട്രെസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഊന്നൽ കൊടുത്തിട്ടാണ് പറഞ്ഞത് എന്നർത്ഥം. എംഫസൈസ്ഡ് വേർബിന്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിച്ചത്. ഇനി വൈ ആർ യു നോട്ട് എംഫസൈസിങ് ദ ഗുഡ് പോയിന്റ്സ് എന്ന് ചോദിച്ചാൽ, വൈ ആർ യു നോട്ട് എംഫസൈസിങ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് എംഫസൈസ് ചെയ്യാത്തത്, നല്ല പോയിന്റ്സ് ഒക്കെ എന്തുകൊണ്ടാണ് എംഫസൈസ് ചെയ്യാത്തത്. അവിടെ എംഫസൈസിങ് വേർബിന്റെ V4 ഫോമാണ് ഉപയോഗിച്ചത്. കണ്ടിന്യൂസ് ടെൻസുകളിലാണ് നമ്മൾ ING ഫോം ഉപയോഗിക്കുന്നത്, എംഫസൈസിങ്. ഹാവ് യു എംഫസൈസ്ഡ് ദ ഗുഡ് പോയിന്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗുഡ് പോയിന്റ്സ് ഒക്കെ എംഫസൈസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഹാവ് എംഫസൈസ്ഡ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ എംഫസൈസ്ഡ് എന്നത് വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ ഉപയോഗിച്ചത്, V3 ഫോം. ഹി എംഫസൈസസ് ദ ഗുഡ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എംഫസൈസസ്, അവൻ ഗുഡ് പോയിന്റ്സ് ഒക്കെ എംഫസൈസ് ചെയ്യാറുണ്ട്, ഊന്നി പറയാറുണ്ട് എന്നാണ് അർത്ഥം. അവിടെ എംഫസൈസസ് എന്ന് ഉപയോഗിച്ചു, അത് വേർബിന്റെ V5 ഫോമാണ്. എല്ലാ വേർബ്സിനും ഇതുപോലെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാലേ നമുക്ക് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് വാക്കുകളല്ലേ പഠിക്കുന്നുള്ളൂ. ആ വാക്കുകളുടെയൊക്കെ ഡിഫറെൻറ്റ് ഫോംസ് മനസ്സിലാക്കി വയ്ക്കുക. എംഫസൈസ്, എംഫസൈസ്ഡ്, പിന്നെ തേർഡ് ഫോം എംഫസൈസ്ഡ്,
ഫോർത്ത് ഫോം എംഫസൈസിങ്, പിന്നെ എംഫസൈസസ്. ഇനി ഇതിന് ഒരു നൗൺ ഫോം ഉണ്ട്. എംഫസൈസ് എന്ന വാക്കിൻ്റെ നൗൺ ഫോം എന്തായിരിക്കും? ഊന്നൽ കൊടുക്കൽ. അത് എംഫസിസ് എന്നാണ്. എംഫസിസ് എന്നാൽ ഊന്നൽ കൊടുക്കൽ, അത് നൗൺ ഫോം. അതും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു വേർഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വാക്ക് ക്ലാരിഫൈ. ക്ലാരിഫൈ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക. മേക്ക് ക്ലിയർ എന്നാണ്, വ്യക്തമായിട്ട് പറയുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോം ക്ലാരിഫൈ, സെക്കൻഡ് ഫോം ക്ലാരിഫൈഡ്, തേർഡ് ഫോം ക്ലാരിഫൈഡ് എന്ന് തന്നെയാണ്. ക്ലാരിഫൈഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫോം ആണെങ്കിൽ വ്യക്തമാക്കി എന്നാണ്. ക്ലാരിഫൈഡ് തേർഡ് ഫോം ആണെങ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന മീനിങ് വരും, അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള മീനിങ്ങിൽ നമുക്ക് അത് ഉപയോഗിക്കാം, ഹെൽപ്പിംഗ് വേർബിനോട് കൂടി ചേർത്ത്. ഇനി ക്ലാരിഫയിങ്, ക്ലാരിഫൈസ് V5 ഫോം. അപ്പോൾ ക്ലാരിഫൈ എന്നാൽ വ്യക്തമാക്കുക എന്നാണല്ലോ. ഐ വിൽ ക്ലാരിഫൈ ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിറ്റുവേഷൻ ക്ലാരിഫൈ ചെയ്യാം, വ്യക്തമാക്കാം എന്നാണ്. ഐ വിൽ ക്ലാരിഫൈ ഫസ്റ്റ് ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. ഹി ക്ലാരിഫൈഡ് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവൻ ആ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ വ്യക്തമാക്കി. ക്ലാരിഫൈഡ് സെക്കൻഡ് ഫോം. ഐ ആം ക്ലാരിഫൈങ് ദ സിറ്റുവേഷൻ, ഞാൻ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ക്ലാരിഫൈങ് ദ സിറ്റുവേഷൻ. അപ്പോൾ ഫോർത്ത് ഫോം ഉപയോഗിച്ചു. ഹി ഹാസ് ക്ലാരിഫൈഡ് ദ സിറ്റുവേഷൻ, അവൻ അത് ക്ലാരിഫൈ അവൻ ആ സിറ്റുവേഷൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്നായി. അപ്പോൾ ക്ലാരിഫൈഡ് എന്നത് അവിടെ ഫോർത്ത് ഫോമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹി ക്ലാരിഫൈസ് ദ സിറ്റുവേഷൻ, അവൻ സിറ്റുവേഷൻ വ്യക്തമാക്കാറുണ്ട്. ക്ലാരിഫൈസ്, അപ്പോൾ അത് വേർബിൻ്റെ V5 ഫോമാണ്. ക്ലാരിഫൈ ഫസ്റ്റ് ഫോം, ക്ലാരിഫൈഡ് സെക്കൻഡ് ഫോം, ക്ലാരിഫൈഡ് എന്ന് തന്നെയാണ് തേർഡ് ഫോം. ക്ലാരിഫയിങ് ഫോർത്ത് ഫോം, ക്ലാരിഫൈസ് എന്നത് ഫിഫ്ത്ത് ഫോം. ഇനി ഇതിൻ്റെ നൗൺ ഫോം വ്യക്തമാക്കൽ എന്നാണ്. ക്ലാരിഫിക്കേഷൻ, ക്ലാരിഫിക്കേഷൻ എന്നതാണ് നൗൺ ഫോം. അപ്പോൾ ക്ലാരിഫൈ എന്ന വേർഡും പഠിക്കുക. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഓവർകം. എന്താണ് ഓവർകം എന്ന് പറഞ്ഞാൽ? തരണം ചെയ്യുക, മറികടക്കുക എന്നൊക്കെയാണ് മീനിങ്. ആ ഒരു വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ തരണം ചെയ്തു എന്നൊക്കെ പറയില്ലേ, അതാണ് തരണം ചെയ്യുക, മറികടക്കുക. ഓവർകം എന്നത് ഫസ്റ്റ് ഫോം. ഓവർകെയിം മറികടന്നു സെക്കൻഡ് ഫോം. ഓവർകം എന്നതാണ് തേർഡ് ഫോം. ഇനി ഫോർത്ത് ഫോം ഓവർകമ്മിങ്, ഫിഫ്ത്ത് ഫോം ഓവർകംസ്. ഹൗ ക്യാൻ യു ഓവർകം ദ സിറ്റുവേഷൻ? നിങ്ങൾക്ക് എങ്ങനെ ആ സിറ്റുവേഷൻ തരണം ചെയ്യാൻ സാധിക്കുന്നു? ഹൗ ക്യാൻ യു ഓവർകം ദ സിറ്റുവേഷൻ? ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചത്. ഹി ഓവർകെയിം മെനി ഓബ്സ്റ്റക്കിൾസ്, ഒരുപാട് തടസ്സങ്ങൾ. ഓബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ. ഹി ഓവർകെയിം മെനി ഓബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മെനി ഓബ്സ്റ്റക്കിൾസ്, ഒരുപാട് തടസ്സങ്ങൾ അദ്ദേഹം തരണം ചെയ്തു എന്നായി. ഹി ഈസ് ഓവർകമ്മിങ് ദ സിറ്റുവേഷൻ, അവൻ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർകമ്മിങ്. ഹി ഓവർകംസ് ഓൾ ദ ഓബ്സ്റ്റക്കിൾസ്. ഹി ഓവർകംസ്, അദ്ദേഹം എല്ലാ ഓബ്സ്റ്റക്കിൾസും, എല്ലാ തടസ്സങ്ങളും ഓവർകം ചെയ്യാറുണ്ട്, തരണം ചെയ്യാറുണ്ട്. ഓവർകംസ്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ നൗൺ ഫോം എന്ന് പറയുന്നത് ഓവർകമ്മിങ് എന്നാണ്. ഓവർകമ്മിങ്, തരണം ചെയ്യൽ. ഇനി വേറൊരു വാക്ക്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് അച്ചീവ്. അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, നേടുക എന്നൊക്കെയാണ്. പല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാവും, അല്ലെങ്കിൽ വല്ലാതെ വർക്ക് ചെയ്തിട്ടാവും നമ്മൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. അതിന് അച്ചീവ് എന്നാണ് പറയുന്നത്. അച്ചീവ് എന്നത് ഫസ്റ്റ് ഫോമാണ്, നേടിയെടുക്കുക അല്ലെങ്കിൽ നേടുക. അച്ചീവ്ഡ് സെക്കൻഡ് ഫോം, നേടിയെടുത്തു. തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അച്ചീവ്ഡ് എന്ന് തന്നെയാണ്. ഇനി അച്ചീവിങ് ING ഫോം.
achieves എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ V5 ഫോമാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സിൻ്റെ ഒപ്പം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഹി വിൽ അച്ചീവ് ഹിസ് ഗോൾ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ഗോൾ, ലക്ഷ്യം അച്ചീവ് ചെയ്യും, നേടിയെടുക്കും. അച്ചീവ് അത് ഫസ്റ്റ് ഫോം. ഹി അച്ചീവ്ഡ് ഹിസ് ഗോൾസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫോം. ഹി ഹാസ് അച്ചീവ്ഡ് ഹിസ് ഗോൾ എന്ന് പറഞ്ഞാൽ തേർഡ് ഫോമായി. അച്ചീവ്ഡ് അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ അവൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന മീനിങ് ആണ് അവിടെ. ഹി ഈസ് അച്ചീവിങ് ഹിസ് ഗോൾ എന്ന് പറയുമ്പോൾ അത് ING ഫോം, ഫോർത്ത് ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. ഹി അച്ചീവ്സ് ഓൾ ഹിസ് ഗോൾസ്. അവൻ അവൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാറുണ്ട്. അച്ചീവ്സ്. നോക്കൂ ആ ഡിഫറെൻറ്റ് ഫോംസ്. ഇനി ഇതിൻ്റെ ഒരു നൗൺ ഫോം അച്ചീവ്മെൻറ്റ്, അത് നേട്ടം. ഇനി നെക്സ്റ്റ് വേർബ് നമുക്ക് പഠിക്കാനുള്ളത് ഹെസിറ്റേറ്റ്. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടി കാണിക്കുക. അതിൻ്റെ ഫസ്റ്റ് ഫോം ഹെസിറ്റേറ്റ്, സെക്കൻഡ് ഫോം ഹെസിറ്റേറ്റഡ്, തേർഡ് ഫോം ഹെസിറ്റേറ്റഡ്, പിന്നെ ING ഫോം ചേർത്ത് ഹെസിറ്റേറ്റിംഗ്, പിന്നെ ഫിഫ്ത്ത് ഫോം ഹെസിറ്റേറ്റ്സ്. ദേ ഹെസിറ്റേറ്റ് ടു ഗോ ദർ. അവർ അവിടെ പോകാൻ മടി കാണിക്കാറുണ്ട്. ദേ ഹെസിറ്റേറ്റ് ടു ഗോ ദർ. ഹെസിറ്റേറ്റ് എന്നത് അവിടെ വേർബിൻ്റെ V1 ഫോമാണ്. ഹി ഹെസിറ്റേറ്റ്സ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോകാൻ മടി കാണിക്കാറുണ്ട്. ഹി ഹെസിറ്റേറ്റ്സ് അവിടെ നമ്മൾ ഫിഫ്ത്ത് ഫോം ഉപയോഗിച്ചു. വൈ ആർ യു ഹെസിറ്റേറ്റിംഗ് ടു ഗോ ദർ? നിങ്ങൾ എന്തിനാണ് അവിടെ പോകാൻ മടി കാണിക്കുന്നത്, മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. വൈ ആർ യു ഹെസിറ്റേറ്റിംഗ്? അപ്പോൾ ഹെസിറ്റേറ്റിംഗ് എന്നത് അവിടെ വേർബിൻ്റെ V4 ഫോമാണ്. ടു ഷീ ഹെസിറ്റേറ്റഡ് ടു എൻറ്റർ ദ റൂം. ആ റൂമിൽ കടക്കാൻ അവൾ മടി കാണിച്ചു. ഹെസിറ്റേറ്റഡ് അത് V2 ഫോമാണ്. ഷീ ഹാസ് ഹെസിറ്റേറ്റഡ് ടു കം ഹിയർ. അവൾ ഇവിടെ വരാൻ മടി കാണിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഹെസിറ്റേറ്റഡ് ടു കം ഹിയർ. അവിടെ മടി കാണിച്ചിട്ടുണ്ട് എന്ന മീനിങ്ങിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ നമ്മൾ V3 ഫോം ഹെസിറ്റേറ്റഡ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെസിറ്റേറ്റ് എന്ന വാക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ നൗൺ ഫോം ഹെസിറ്റേറ്റ്, മടി കാണിക്കുക, മടി കാണിക്കൽ എന്നല്ലേ നൗൺ ഫോം വരുന്നത്, അത് ഹെസിറ്റേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കുറച്ച് വാക്കുകൾ അത് ഓർമ്മിച്ച് വയ്ക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും മനസ്സിലാക്കി വയ്ക്കുക.